ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ മൂസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മാംഗോ പ്യൂരിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ പഴുത്ത 2 മാങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കളറുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ മാങ്ങയ്ക്ക് അത്ര വലിയ കളറില്ല, എന്നാലും കുഴപ്പമില്ലാത്ത കളറുണ്ട്. നല്ല ഓറഞ്ച് കളറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്യൂബ്സ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ക്യൂബ്സ് ആക്കി എടുക്കാം കേട്ടോ. മാംഗോ ആദ്യം പീൽ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ സാധാരണ അരിയണ പോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് കോരിയെടുത്താൽ നമുക്കിത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്യൂരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളം ചേർക്കാതെ ബ്ലെൻഡ് ചെയ്തെടുത്ത പ്യൂരിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 400 മില്ലി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചെറിയ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്പീഡ് കൂട്ടി വന്നിട്ട് നന്നായിട്ടൊരു പീക്ക് ഫോം ആവണ വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. തണുത്ത വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ ഇത് ഒരു പീക്ക് ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. തണുവ് പോയാൽ നമുക്കത് കിട്ടില്ല. ഇനി നമുക്കൊരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് എത്രയാണ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/3 ആണ് ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി നന്നായിട്ട് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഈ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീമിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാനിവിടെ 2 സ്പൂണ് മാംഗോ പ്യൂരി എടുത്തിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മാംഗോ പ്യൂരി ലാസ്റ്റത്തെ പോർഷനാണിത്. ലാസ്റ്റത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കളറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. മാംഗോ നല്ല കളറുള്ളതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ മിക്സ് വിപ്പിംഗ് ക്രീമും മാംഗോ പ്യൂരിയുള്ള മിക്സ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു മാംഗോ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ബദാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം.